ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് താൻ ബിജെപിയിൽ ചേരാൻ ഒരുങ്ങുന്നതിന്റെ സൂചനയല്ലെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനത്തിന്റെ വിജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെയാണ് മോദിയുടെ ഊർജ്ജസ്വലതയും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും സംബന്ധിച്ച് താൻ പറഞ്ഞതെന്ന് തരൂർ വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനു പിന്നാലെ മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനം തരൂർ ബിജെപിയിൽ ചേരുന്നതിന്റെ സൂചനകളാണെന്ന വിധത്തിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തരൂരിന്റെ വിശദീകരണം. സർവകക്ഷി സംഘത്തിന്റെ ദൗത്യം വിജയിച്ചതിനെ കുറിച്ച് താൻ വിശദീകരിക്കുന്ന ലേഖനമായിരുന്നു അതെന്ന് തരൂർ പറഞ്ഞു. ദൗത്യത്തിന്റെ വിജയം എല്ലാ പാർട്ടികളുടെയും ഐക്യത്തെയാണ് വ്യക്തമാക്കിയത്. മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപെടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഊർജവും കാര്യപ്രാപ്തിയും പ്രകടിപ്പിച്ചു. ബിജെപിയുടെ വിദേശ നയമെന്നോ കോൺഗ്രസിന്റെ വിദേശ നയമെന്നോ ഇല്ല, ഇന്ത്യയുടെ വിദേശ നയമെന്നേ ഉള്ളൂ. 11 കൊല്ലം മുൻപ് പാർലമെന്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാനായ സമയത്തു തന്നെ പറഞ്ഞ കാര്യമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയിൽ ചേരാൻ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയല്ല ഇത് ദേശീയ ഐക്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് എന്ന് തരൂർ കൂട്ടിച്ചേർത്തു. മോദിയുടെ ഊർജവും കാര്യപ്രാപ്തിയും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോള വേദികളിൽ ഇന്ത്യയുടെ സ്വത്താണ് എന്നായിരുന്നു ദ ഹിന്ദുവിലെ ലേഖനത്തിൽ തരൂർ പറഞ്ഞത്. പിന്നാലെ ഈ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ തരൂരിന്റെ മോദി സ്തുതിയിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. തരൂരുമായി ചർച്ചയില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ശശി തരൂരിന്റെ മോദി സ്തുതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി വിമർശനം കടുപ്പിച്ചു. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിലൂടെ തരൂർ ലക്ഷ്യമിട്ടത് രാഹുൽ ഗാന്ധിയെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. മോദിയുടെ വിദേശ നയം സ്വീകാര്യമല്ലെന്നാണ് രാഹുലിന്റെ നിലപാട്. എന്നാൽ മോദിയുടെ നയം ലോകവേദികളിലെ ഇന്ത്യയുടെ സ്വത്തെന്ന് തരൂർ സമ്മതിച്ചു. രാഹുലിന്റെ നയങ്ങൾക്ക് സ്വന്തം പാർട്ടിയിൽ പോലും സ്വീകാര്യതയില്ലെന്നും ബിജെപി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടത്തിയ വിദേശ പര്യടനത്തെക്കുറിച്ച് വിശദീകരിച്ചെഴുതിയ ലേഖനത്തിലാണ് പ്രധാനമന്ത്രിയുടെ കഴിവുകളെ തരൂർ പ്രശംസിക്കുന്നത്. മോദിയുടെ ഊർജം, ചലനാത്മകത, ഇടപഴകാനുള്ള സന്നദ്ധത ഇതൊക്കെയാണ് തരൂർ വിശദീകരിച്ചത്. ഈ 3 ഗുണങ്ങളും ലോകവേദികളിൽ ഇന്ത്യയുടെ സ്വത്താണെന്നാണ് തരൂർ പുകഴ്ത്തിയത്. മികച്ച പിന്തുണ അദ്ദേഹം അർഹിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള സർവകക്ഷി സംഘത്തിന്റെ പര്യടനം വൻ വിജയമായിരുന്നുവെന്നും തരൂർ അവകാശപ്പെടുന്നുണ്ട്. ഐക്യത്തിന്റെ ശബ്ദമാണ് അന്താരാഷ്ട്ര വേദികളിൽ കേട്ടത്. ഭരണ പ്രതിപക്ഷ ഐക്യമുണ്ടെങ്കിൽ കൂടുതൽ ഐക്യത്തോടെയും ബോധ്യത്തോടെയും ഇന്ത്യയുടെ ശബ്ദമുയർത്താനാകും. അങ്ങനെയൊരവസരം പ്രധാനമന്ത്രി ഒരുക്കിയെന്നാണ് ലേഖനത്തിലൂടെ തരൂർ പറഞ്ഞു വെക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും അകമഴിഞ്ഞു പുകഴ്ത്തുന്ന തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിദേശ പര്യടന ദൗത്യത്തിലെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് എം പിയുമായ ശശി തരൂരിന്റെ അനുഭവങ്ങൾ എന്ന പേരിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലേഖനത്തെ പരിചയപ്പെടുത്തുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ ദൗത്യമേറ്റെടുത്തുള്ള 3 രാജ്യങ്ങളിലെ തരൂരിന്റെ പുതിയ പര്യടനം സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. റഷ്യയും ഗ്രീസും യുകെയുമാണ് പട്ടികയിലുള്ളത്. സർക്കാരും അത്യന്തം രഹസ്യാത്മകത സൂക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിനെ അടിക്കാനാണ് തരൂരിനോട് അമിത താല്പര്യം കാട്ടുന്നതെങ്കിലും നയതന്ത്ര റോളിലേക്ക് ഉയർത്തുന്നതിലും മറ്റും ബിജെപിക്കുള്ളിൽ മുറുമുറുപ്പുണ്ടെന്നാണ് സൂചന.